കാര്യം മനസ്സിലാവും. ഉള്ളിസ്വര ഇത് ട്രോളാണ്, അറിയാലോ കണ്ടാൽ തന്നെ, കാരണം ശരീരത്തിൽ മുഴുവൻ ഉള്ളി. അപ്പോൾ ഇതിനൊരു ക്യാപ്ഷനൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ക്യാപ്ഷൻ കാണാനില്ല. ഓക്കെ, എനിവേ ഒരു വീഡിയോ കാണുക. എന്താ വരുന്നത്? ना मेरी गाड़ी में एयर कंडीशन चलती है, ना एसी के वातावरण में मैं बैठता हूं। और जब लोग मुझसे पूछते हैं कि मई जून के माह में भी 51 डिग्री की गर्मी में, मैं कहता हूं कि ये चंबल की चमड़ी है। और दूसरी बात बताऊं, मैं थोड़ा जवान दिखता हूं पर मेरी आत्मा बड़ी बूढ़ी है। पॉकेट में प्याज ले जाओ, कुछ नहीं होने वाला तुमको. എങ്ങനെയാണ് ഹിന്ദുക്കളെ പറ്റിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തരികയാണ്. ഒന്നാമത്തെ ഉത്തരേന്ത്യയിലത്തെ ഹിന്ദുക്കളെ പറ്റിക്കാൻ നല്ല സുഖമാണ്. കാരണം കോവിഡ് പോകണമെങ്കിൽ ആകാശത്തേക്ക് ടോർച്ച് അടിച്ചാൽ മതി, കൈ കൊട്ടിയാൽ മതി, പാത്രം മുട്ടിയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ചെയ്ത ആൾക്കാരാണല്ലോ. ഇതാ എങ്ങനെ പറ്റിക്കണം? അവിടെ ഭയങ്കര ചൂടാണ്, ഉത്തരേന്ത്യയിൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ എന്താ പറഞ്ഞറിയോ? ഇത് ആദിത്യറാവ് സിന്ധ്യ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. മുമ്പ് പിന്നെ എന്താ റെയിൽവേ മിനിസ്റ്റർ അങ്ങനെ എന്തോ ഒരു ആളുണ്ടായിരുന്നു, ഒരു മാധവറാജ് സിന്ധ്യ. മുപ്പര് കോൺഗ്രസ്സുകാരനായിരുന്നു, ഇയാളും കോൺഗ്രസ്സുകാരനായിരുന്നു കുറേ കാലം. പക്ഷേ ഇപ്പോൾ ക്രിമിനൽ കേസ് വന്ന് ജയിലിലാവുമെന്ന് കണ്ടപ്പോൾ മറ്റേ വാഷിംഗ് മെഷീനിലേക്ക് ചാടിയതാണ്. അങ്ങനെ ഇപ്പോൾ BJP ആണ്. അപ്പോൾ മുപ്പര് ഇവിടെ തള്ളിമറിക്കുന്ന എന്താ അറിയോ? ചൂടത്ത് രക്ഷപ്പെടാൻ നല്ലൊരു മാർഗം ഉള്ളി കീശയിൽ വെച്ചാൽ മതിയെന്ന്. ഉള്ളിസുര കേട്ട എന്തൊരു അവസ്ഥ. ഉള്ളി കീശയിൽ വെച്ച് നടന്നത് എങ്ങനെയാണ് ചൂട് കുറയുക? ചൂട് അനുഭവപ്പെടില്ല അത്രേ. ഇത് പറയാണ്, ഞാൻ AC ഉപയോഗിക്കാറേ ഇല്ല, ഞാൻ എൻ്റെ വീട്ടിലൊന്നും AC ഇല്ല, കാറുകൾ AC ഇല്ല, ഞാൻ AC ഉപയോഗിക്കാറില്ല എന്ന് പറയണേ. ആര്? ഹിന്ദുക്കളെ പറ്റിയൊക്കെയാണ് അവിടെയുള്ള കുറേ ആൾക്കാരനെ. ഇയാൾ ഒരു രാജകുടുംബത്തിൽപ്പെട്ട ആളാണ്. മാധവറാവ് സിന്ധ്യ ഒരു രാജകുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ്, അങ്ങനെ രാഷ്ട്രത്തിൽ കയറിയതാണ്. ഇയാളുടെ വീട് ഒരു കൊട്ടാരമാണ്. എത്ര 200-300 റൂമുകളുണ്ട്, അതിൽ 100 കണക്കിന് AC ഉണ്ട്. മൂപ്പര കൊട്ടാരത്തിൽ അങ്ങനെയാണ്. മൂപ്പർക്ക് ഫുള്ള് വിദേശ വണ്ടികളാണ്, റോൾസ് റോയ്സ്, BMW അങ്ങനത്തെ എല്ലാം നല്ല നല്ല വണ്ടികളാണ്. അത് തന്നെ ഒരു 10-25-30 വണ്ടി ഉണ്ട് മൂപ്പർക്ക്. അതിൽ ഫുൾ AC ഉണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നിട്ട് വന്നിട്ട് തള്ളി മറിക്കുക. എൻ്റെ തൊലിക്കട്ടിയേ ചമ്പൽ കൊള്ളക്കാരുടെ തൊലിക്കട്ടിയാണെന്ന് പറയാണ്. അങ്ങനെ ഉള്ളി വെച്ചോളാം. അത് കേട്ട ആൾക്ക് വെക്കും ചെയ്യട്ടോ. അത് കേട്ട അപ്പം തന്നെ നമ്മുടെ പിന്നെ മന്ത്രി പറഞ്ഞിട്ട് എല്ലാവരും ഉള്ളി കീശയിൽ വെക്കും. അതിന് ട്രോളിക്കൊണ്ടാണ് മറ്റേ മേലെ കാണുന്ന ഉള്ളിസുരയുടെ മേത്ത് മുഴുവൻ ഉള്ളി വെച്ചുകൊണ്ട് കാലാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ നല്ല മാർഗം. ഇനിയിപ്പോൾ സംഘീ ഭീകരന്മാർ കുറേ അവിടെ കിടക്കുന്നുണ്ട്, സൗദി അറേബ്യയിലും